ഒരു അടിപൊളി വീഡിയോ ഇട്ടാ. വീഡിയോ എന്ന് പറയാൻ നേരത്ത് പള്ളത്തിനെ പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. പള്ളത്തിനെ പിടിക്കാൻ വേണ്ടി പാടത്തേക്ക് പോയിട്ട് പാടത്തുനിന്നല്ല പള്ളത്തിനെ പിടിച്ചിട്ടുണ്ടല്ല. പള്ളത്തിന്റെ പള്ളമേക്ക് ഡീർക്കിൽ വെച്ച് കുത്തി കയറ്റാൻ നേരത്ത് പള്ള എങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതല്ല പള്ളലേക്ക് കളഞ്ഞ കേട്ടാ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ. നിരന്തരം കണ്ട സ്വപ്നം മനസ്സിൽ ഒരു തീനാളമായി എരിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച ഒരു കഥയാണിത്. ഏറ്റവും ക്ഷമയുള്ള മനുഷ്യനാണിത്. സത്യം പറഞ്ഞല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ചാനൽ തുടങ്ങാൻ മുമ്പ് ഒരു 10 ലക്ഷം രൂപ കടമായിട്ട് നിന്ന വ്യക്തിയാണ് ഞാൻ. ഈ ചുമന്നിട്ട് ഞാൻ അന്ന് ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അതെന്താ പറയാ, വലങ്കൈ എന്ന ഒരു നിലക്ക് നമ്മുടെ ജിബിനായാണ് എന്റെ കൂടെ. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഇടിയുണ്ടാവും. ഉറക്കത്തിൽ കാണുന്നത് മാത്രമായിരിക്കരുത് നമ്മുടെ സ്വപ്നങ്ങൾ, മറിച്ച് നമ്മളെ ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൂടിയായിരിക്കണം സ്വപ്നം. നിരന്തരം കണ്ട സ്വപ്നം മനസ്സിൽ ഒരു തീനാളമായി എരിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച ഒരു കഥയാണിത്. റൺവേയിലേക്ക് വിമാനങ്ങൾ താഴ്ന്നിറങ്ങുന്നതും ഉയർന്നു പൊങ്ങുന്നതും കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞൊരു ചായ കുടി. അതെ, ഈ സ്വപ്നമാണ് ജിബിനാസ് കഫേ സ്ട്രീറ്റിലൂടെ തൗഫീഖ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തൗഫീഖിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. അപ്പോൾ ഈ ജിബിനാസ് കഫേ സ്ട്രീറ്റ് ഇപ്പൊ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടാണ്. ഭയങ്കര സ്ഥലം. ആ ഒരു ഫ്ലൈറ്റ് പൊങ്ങണതും താഴണതും ഒരു നൈറ്റ് ആംബിയൻസിൽ ഭയങ്കര രസമാണ്. നമുക്ക് എത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്താലും ഒരു സമയം പോണത് അറിയൂല. ആൾക്കാർ വന്നാലും അങ്ങനെ തന്നെ കുറെ നേരം സ്പെൻഡ് ചെയ്യും. നമുക്ക് പേഴ്സണലി കൂടെ വന്നിരുന്നുണ്ടെങ്കിൽ സമയം പോണത് അറിയില്ല. നല്ല രസമാണ് ജിബിനാസ് കഫേ സ്ട്രീറ്റ്. അതെന്താ പറയാ, ഇന്ന് എല്ലാവരുടെയും ഒരു ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കഫേ. എങ്ങനെയാണ് ഈ ഒരു ജേർണി, എങ്ങനെയായിരുന്നു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്കും പിന്നെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ഇപ്പൊ? എന്താ തോന്നുന്നത് ഇക്കും? ഭയങ്കര സന്തോഷം. നമ്മൾ ഈ ഒരു ലെവലിലെത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് ഈ ഒരു ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ ഈ ഒരു വ്ളോഗിങ് ഫീൽഡിലേക്ക് എത്തപ്പെട്ടത് ഒരു പ്രത്യേക സുപ്രഭാതത്തില് പ്രത്യേക സാഹചര്യത്തില് പെട്ടെന്ന് കടന്നുകൂടിയതാ. വലിയൊരു കഥ തന്നെയാണ്. അത് നമ്മള് ഈ പറഞ്ഞാതിരി ഞാൻ മുമ്പും എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ആദ്യം എന്താ പറയാ, ഒരുപാട് ബാധ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നാ ഒരു 10 ലക്ഷം രൂപ മേളില് നമ്മളൊരു ബാധ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ ഈ ചാനൽ ക്ലിക്ക് ആവണം. അതിനു മുമ്പ് ഒരുപാട് ലൈഫ് സ്റ്റോറികൾ നമ്മുടെ പിന്നിലുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ ടൈം ഉണ്ടല്ലോ, ഈ പ്ലൈവുഡിന്റെ ഈ ബിസിനസ് ആയിരുന്നു, ഡീലിംഗ് കമ്പനി ആയിരുന്നു. അപ്പൊ അത് ഓടിച്ച് നിൽക്കാനാണ് ഈ കൊറോണ വന്ന് എല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിൽ കയറി ഇരിപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമില് ഒരു പ്രത്യേക, അപ്പൊ അന്ന് ഈ ജിബിനാസിലെ ജിബിന വൈഫാണ്. ജിബിനാസ് കഫേ സ്ട്രീറ്റ്. അപ്പൊ രണ്ടുപേരുടെ ഇക്കയുടെ പേര് തൗഫീഖ് എന്ന് നമുക്ക് പലപ്പോഴും വിട്ടുപോകും. ജിബിനാസ് കഫേ സ്ട്രീറ്റ് പെട്ടെന്ന് ആദ്യമൊക്കെ അന്തസ്സായിട്ട് പറയും, പലർക്കും വിട്ടുപോകും. തൗഫീഖ് എന്ന് ആരുടെ മനസ്സിലിരിക്കുക. അപ്പൊ ജിബിനാസിലെ ജിബിന നിൽക്കുന്ന വ്യക്തിയാണ് എന്റെ വൈഫ്. അപ്പൊ നമ്മൾ ഈ കൊറോണ ടൈമില് ഇങ്ങനെ ഈ നമ്മളെല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിലിരിക്കുന്ന ടൈമില് അപ്പൊ ആള് ബേക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ബേക്കിങ്ങിന്റെ വീഡിയോസും ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറച്ച് അപ്ലോഡ് ചെയ്യായിരുന്നു. പിന്നെ ബേക്കിംഗ് ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അത്യാവശ്യം ആളുകൾ വീഡിയോസ് കുറച്ച് കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന ടൈമില് നമ്മൾ ഒരു ദിവസം നമ്മുടെ വത്തക്കയില്ലേ, കുമ്മട്ടി, പല നാട്ടിലും പല പേരിലും പറയണം. നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറയും നമ്മള്. വത്തക്ക പറയും, കുമ്മട്ടി പറയും, തണ്ണിമത്തൻ എന്ന് പറയും. ആ സാധനം കട്ട് ചെയ്ത് ഈ മുഹബത്തക്ക സർബത്ത് എന്നും പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പൊ ആ ഒരു സാധനം ഉണ്ടാക്കിയ ടൈമില് എല്ലാം ഉണ്ടാക്കി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോ ജിബിന പറഞ്ഞു, ഇതിന് ഇക്കാക്ക ഒന്ന് വോയിസ് കൊടുത്തു നോക്ക്, ഞാൻ കൊടുക്കാനുള്ള ഇക്കാക്ക ഒന്ന് കൊടുത്തു നോക്കുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയത്തില് നമുക്ക് വോയിസ് കൊടുക്കാൻ നമുക്ക് അതിന് താല്പര്യമില്ല. അതിന് താല്പര്യമുള്ള വ്യക്തിയല്ലായിരുന്നു. അപ്പൊ താല്പര്യം ഇല്ലാത്ത വ്യക്തിയായിരുന്നു. പിന്നെ നമ്മള് അത് നിർബന്ധം, അതായത് കൊടുക്കുക, എന്തായാലും വെറുതെ ഇരിക്കാനുള്ള കൊറോണയാണല്ലോ, ആരെങ്കിലും ജോലിക്കുമ്പോൾ ഒന്നും പോലുള്ള. അപ്പൊ അങ്ങനെ എന്തായാലും വെറുതെ കൊടുത്തു നോക്കുന്നു പറഞ്ഞ് വെറുതെ ഒരു വോയിസ് ആണ് കൊടുത്താണ്. ഒരു വോയിസ് കൊടുത്ത് നമ്മള് നാച്ചുറൽ, നമ്മള് വേറെ ഒന്നും ഇല്ലാതെ നമ്മള്. ഇവരുടെ സംസാരം ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ എറണാകുളമാണ്. അപ്പൊ ഇവരുടെ സംസാരം എനിക്ക് ആദ്യമൊക്കെ അയ്യോ അതായത് ചുരുക്കി പറയണല്ലോ, നമ്മള് പെരുമ്പാല് സ്ലാബ് ആ ഒരു ഇതില് മലപ്പുറംകാര് സംസാരിക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് അല്ലേ. അപ്പൊ നമുക്ക് കേട്ടിരിക്കാണ്ട് ഒരു ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ ഇവരുടെ സംസാരം
എനിക്ക് ആദ്യങ്ങൾ കേട്ട ടൈമിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവന് കാക്കൊന്ന് കൊടുത്തു നോക്ക്, ബാക്കിയുള്ളവർക്ക് അത് കേൾക്കുമ്പോ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്താണ് ആ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മള് ചുരുക്കി പെരുമ്പാവ സ്ലാങ് എന്ന് പറഞ്ഞപ്പോ വേറൊന്നുമല്ല. അപ്പൊ അതെ എന്റെ പൊന്നു ചങ്ങാതിമാരെ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അതുപോലെ ഇപ്പൊ റഫീഖ അതോടെ കൊടുത്തേർന്നോ, അത് നാളോടെ പോയായിരുന്നോ, അതായത് ഇവിടെ അത് അങ്ങനെയല്ലേ പറഞ്ഞേ, എന്നിട്ടാ ചങ്ങാതി കാണിക്കണേ എന്നൊക്കെ ഉള്ള ആ ഒരു സ്ലാങ്ങില് നമ്മൾ ആ ഒരു ഇതിലാണ് അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെ നാച്ചുറൽ നമ്മുടെ പെരുമ്പാവൂര് ആ ഒരു ലോക്കൽ ആളുകളുടെ ഒരു സംസാരമുണ്ട്. അപ്പൊ അതിപ്പോ ഞാൻ ഇപ്പൊ സംസാരിക്കണ സംസാരമല്ല, കുറച്ചുകൂടി ഒരു ഇതായിട്ട് ഇപ്പൊ നേരത്തെ സംസാരിച്ചില്ലേ, എന്തുട്ടെങ്കിൽ അത് നീ കാണിക്കണേ നമ്മുടെ പെരുമ്പാവൂര് നമ്മുടെ ചന്തയിലെ ആ ചന്തയുടെ ഒട്ടപ്പുറം നമ്മുടെ ജയറാമിന്റെ വീട്, ആ ജയറാമിന്റെ ഒട്ടപ്പുറം നമ്മുടെ കരക്ക് കിട്ടിക്കണ അവിടുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സ്ലാങ്ങിൽ നമ്മൾ വിട്ടാണ്. അപ്പൊ അത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ നമ്മുടെ ആ ഒരു ഭാഷ ആളുകളൊക്കെ കേട്ട് ഇപ്പൊ അവരെ ഏറ്റെടുത്തു. അവനെ ഫസ്റ്റ് വീഡിയോ തന്നെ വൈറൽ വീഡിയോ ആയിരുന്നു. മുഹമ്മദ് ഖാൻ സർബത്ത് ഹിറ്റായി. അതിൽ നമ്മൾ ഫേസ് കാണിച്ചിട്ടില്ല, നമ്മുടെ വോയിസ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത വീഡിയോ ഒക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആയി. അത് അങ്ങനെ രണ്ടാമത്തെ വീഡിയോ ഇട്ടു, അത് ഹിറ്റാണ്. അങ്ങനെ 2-3 വീഡിയോ ഇട്ട എല്ലാം ഹിറ്റാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ ആളത്ര ആളും ക്യാമറയുടെ ഫ്രണ്ടിലായിരുന്നു, പിന്നെ നൈസായിട്ട് ക്യാമറയുടെ ബാക്കിലിട്ട് പോയി. ഷൂട്ട് ചെയ്യുന്ന ആളായി. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും ആദ്യം മുതൽ എല്ലാ കാര്യവും ഒറ്റ കെട്ടായിട്ട് കാണാണ്. അപ്പൊ അങ്ങനെ അന്ന് മുതൽ ആള് നമ്മളെ ക്യാമറ എടുക്കൽ ആളായി, നമ്മള് വീഡിയോ എടുക്കൽ നമ്മളായി. അപ്പൊ അങ്ങനെ ബേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലും കാക്ക കമ്പനിയിൽ നിന്ന് ഒരു 12 മണി രാത്രി 12 മണിക്കാണെങ്കിലും കാക്ക വന്നിട്ട് ഷൂട്ട് ചെയ്യും. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യും, എല്ലാം ഇതാക്കി റെഡി ആക്കി പ്രിപ്പയർ വരെ വെയിറ്റ് ചെയ്ത്. അത് വെളുപ്പിന് 2:30-3 മണിക്കൊക്കെ ഞങ്ങള് ഉറങ്ങിയിട്ടുണ്ട്, അതായത് ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി ബേക്കിങ്ങിന്റെ കമ്പനിയിൽ നിന്ന് അത്രയും ടയേർഡ് ആയിട്ടായിരിക്കും വേണം. പക്ഷെ എന്നാലും അപ്പൊ ക്യാമറ ഷൂട്ട് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പനിയില് നമ്മള് പീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ടൈമില് അന്ന് ഒരു ബാധ്യത കൊടുത്ത് ബാധ്യതയായിരുന്നു. അപ്പൊ ആ ടൈമില് ഞങ്ങള് അന്ന് യൂട്യൂബിൽ നിന്ന് ജിബിന ബേക്കിംഗ് ചെയ്ത് ഉണ്ടാക്കിയ ആ ഒരു വീഡിയോ ഇതിന്ന് ആ ഒരു 10,000 രൂപ 12,000 രൂപ ആ ടൈമിൽ ആ ഒരു ഇതിലാണ് കിട്ടിയിരുന്നത്. പക്ഷെ ആ ഒരു എമൗണ്ടിന് വേണ്ടിയാണ് ഞങ്ങൾ രാത്രി 2 മണി 3 മണി വരെയും ഞങ്ങള് രാത്രി വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് അത്ര വലിയ എമൗണ്ട് ആയിരുന്നു, അന്ന് ഭയങ്കര വലിയ എമൗണ്ട് ആയിരുന്നു. അപ്പൊ ആ ഒരു എമൗണ്ടിന് വേണ്ടി, അതായത് ആ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ചിട്ടിക്കാശ് അടക്കാലോ അല്ലെങ്കിൽ ഈ ലോൺ അടക്കാലോ എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മളത് രാത്രി 2:30-3 മണി വരെയും നമ്മൾ വെയിറ്റ് ചെയ്ത് രാത്രി ആ ഒരു ഷൂട്ട് ഒക്കെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ക്ലിക്കായി അന്ന് മുതൽ പിന്നെ ഇതുവരെ നമുക്ക് സർവ്വശക്തി അനുഗ്രഹിച്ചുകൊണ്ട് ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ട ഒന്നുള്ള, അതായത് നമുക്ക് അത് മുതൽ എല്ലാം ഒരു ഭാഗ്യം പോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ഇതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു പേജ് ഇങ്ങനെ ഇതായതുകൂടി നമ്മുടെ ചാനൽ ഇങ്ങനെ ആയതുകൂടി നമ്മൾ ആദ്യം പെരുമ്പാവൂര് മുടിക്കല് നമ്മുടെ ബിരിയാണി ഷോപ്പ് ഇട്ടത്. അപ്പൊ ആ ബിരിയാണി ഷോപ്പ് ഇട്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കും അതുപോലെ നമ്മുടെ സപ്പോർട്ടിന് ആളുകൾക്കൊക്കെ നമ്മളെ ഒരു രുചി അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു ഷോപ്പ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സത്യം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ എന്താ പറയാ, നമ്മളെ ചാനൽ നമ്മൾ ക്ലിക്കായി, നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായി. അപ്പൊ നമുക്ക് ആ ഒരു ബിസിനസ് മൈൻഡിൽ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല സത്യം പറഞ്ഞാൽ ആ ഒരു ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോ നമ്മൾ രണ്ടാമത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആ ഒരു ഷോപ്പ് ക്ലിക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇതും നമ്മൾ ബിസിനസ് അല്ലാന്ന് ഞാൻ പറയല്ല, ഇത് നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള അപ്പൊ ആദ്യത്തെ ഷോപ്പ് നമ്മൾ ആ ഒരു ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വരാനും നമ്മളൊരു ഇത് വേണമല്ലോ, ഒരു ഒന്ന് കാണാനും പിന്നെ ആ ഫുഡൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫുഡാണ്. അതെന്ന് വെച്ചാൽ കാണുമ്പോ നമുക്ക് തന്നെ കഴിക്കാൻ തോന്നും. അപ്പൊ ഇങ്ങനെ കുക്കിങ്ങിന് ആദ്യമേ അല്ലെ ജിബിന പഠിപ്പിച്ചു തന്നെയാണ് ഇക്ക, എങ്ങനെയാണ് ആ കുക്കിംഗ്? എനിക്ക് ആദ്യം ഞാൻ പ്രവാസിയായിരുന്നു, 6 വർഷം ഞാൻ ഗൾഫിൽ പ്രവാസിയായിരുന്നു. ആ ടൈമില് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നെ ബാക്കി പോരാത്ത കാര്യങ്ങള് ജിബിന നമ്മളെ ഹെൽപ്പ് ചെയ്യും. റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് അടിപൊളിയായിട്ട് അവതരിപ്പിക്കാന്നുള്ള രീതിയിൽ ആള് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ രണ്ടിനും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്ത് ഇതുവരെ എത്തിയേക്കുന്നത്. ഒരു വലിയ പ്ലാനിങ് തന്നെ അത് ചെയ്യുമ്പോ അതൊക്കെ ഉണ്ടാവും. ഇവിടെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇവിടെ വെട്ടിക്കൂട്ട് ഇടുന്ന ടൈമില് ക്യാമറ ഓൺ ആയിട്ടുണ്ടാവില്ല, ഇട്ടതൊക്കെ കൂടി വാരി എടുത്തിട്ട് പിന്നെ രണ്ടാമത് ചില സമയത്ത് ഞാന് മറ്റേ നമ്മുടെ എന്തെങ്കിലും ഇടാം ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ചൂടായി നിൽക്കുന്ന ടൈമിലുണ്ടല്ലോ. അപ്പൊ ഒരു വീട്ടിലൊരു ഭാര്യ ഭർത്താക്കന്മാര്
പല ഇതിലും പിന്നെ ചൂടാവും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന ടൈമില് ഇപ്പൊ മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി ഒക്കെ ഇടുന്ന ടൈമില് ഏതിലൊരു പൊടി ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ അത് ഞാൻ പറയാം ഇവളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇടാൻ മറന്നുപോയാ എന്നും പറഞ്ഞ് ഞാൻ ചൂടാവും. ചൂടാവുമ്പോ ആള് അപ്പൊ ആള് എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരിച്ച് ചൂടാവും. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പൊടി എടുത്ത് ഏറെ കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടില് സത്യമായിട്ട് തള്ളി. പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും ക്ഷമയുള്ള മനുഷ്യനാണിത്. ഏറ്റവും ക്ഷമയുള്ള, അത് മാത്രല്ല ഏതൊരു പുരുഷന്റെ വിജയത്തിന് മുന്നിലും ഒരു സ്ത്രീ ദേഷ്യപ്പെടേണ്ടി അത് ഞാൻ മാത്രമായിരിക്കും ദേഷ്യപ്പെടുന്നത്. പക്ഷെ കണ്ടാ ദേഷ്യപ്പെടുന്ന ഭയങ്കര ആരാളെന്നറിയാവോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. 10ാം ക്ലാസ് മുതലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, സർബത്ത് കടയിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വളർച്ച ഇപ്പൊ ആൾക്കാർ കാണുമ്പോ അല്ലെങ്കിൽ അന്ന് സുഹൃത്തുക്കൾ കാണുമ്പോ ഇപ്പൊ എങ്ങനെയാ അവരൊക്കെ പറയുന്നത്? അതായത് സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ സ്വയം ഭയങ്കര ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഞാനിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മള് ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ സർബത്ത് കടയിൽ ക്ലാസ് കഴുകാനും ഇതിനൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ചെയ്ത ജോലി. അപ്പൊ അത് ഒരു വെക്കേഷൻ ടൈമിലുള്ള ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്താ പറയാ, നമ്മുടെ പഠിക്കുന്ന ടൈമിൽ +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ രാത്രി ഓട്ടോ ഓടിക്കുമായിരുന്നു. പെരുമ്പാവൂർ ടൗണിൽ ഓട്ടോ ഓടിക്കുമായിരുന്നു. അങ്ങനെ ഓട്ടോ ഓടിച്ച് ഒരു 3 വർഷം, ആ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ 3 വർഷം രാത്രി ഓട്ടോ ഓടിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്ന ടൈമിൽ ആള് അവിടെ ഫസ്റ്റ് ഇയർ ആണ്, BCA. ഞാൻ BA ആയിരുന്നു, ആള് BCA ആയിരുന്നു. അപ്പൊ ഓട്ടോ ഓടിക്കുന്ന ഉണ്ടായിരുന്നു രാത്രി നൈറ്റ്. ക്ലാസ് കഴിഞ്ഞിട്ട് 4 മണി മുതൽ രാത്രി 12 മണി 12 വരെ ഓട്ടോ ഓടിച്ച്. ഒരു തവണ ഓട്ടോ ഓടിച്ച് എനിക്ക് ഉറക്കം ശരിയാവാത്ത കാരണം ഒരു ദിവസം ഓട്ടോ ഇടിച്ച് എനിക്ക് മറ്റേ ബോധമൊക്കെ പോയി, കഴുത്തിൽ മറ്റേ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അത് ആ ഉറക്കം ശരിയാവാത്തതിൻ്റെയാ. അത് പഠിക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ +2 കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിച്ച 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്യണത്. ആ 3 വർഷം ഞാൻ എനിക്ക് വീട്ടില് സാമ്പത്തിക അവസ്ഥയും ഇതൊക്കെ ആയിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട്ടില്, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് 3 വർഷം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ 3 വർഷം എൻ്റെ കൂടെ പഠിച്ച പിള്ളേര് ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ട് ആയ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യണത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത് ഇനിയിപ്പോ എനിക്ക് കുറച്ചുകൂടി ആളുകളായിട്ട് ഇടപഴകാനും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ സ്വന്തം ഇതായിട്ട് പറഞ്ഞല്ല, എനിക്ക് ആ ഒരു ഇതുണ്ടായി. അപ്പൊ അങ്ങനെ ഞാൻ വണ്ടി രാത്രി, അത് ഈ ഓട്ടോ ഓടിക്കാനൊക്കെ ഇറങ്ങിയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടിയത്. പബ്ലിക്കിന് മുമ്പിലേക്ക് ഇറങ്ങാണല്ലോ. രാത്രി ഓട്ടോ ഓടിക്കും, പകല് കോളേജിൽ പോകും. അങ്ങനെ ആ ഒരു ഉറക്കമൊന്നും അങ്ങനെ ശരിയാവേണ്ടായില്ല സ്റ്റാർട്ടിങ്ങിൽ. അങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു. ഭയങ്കര വലിയ ആക്സിഡന്റ് ആയിരുന്നു. അതിന് വേറെ ഒന്നും ഒരുപാട് അതിനൊന്നും പറ്റിയില്ല. നമ്മുടെ ബോധം പോയി. പിന്നെ കഴുത്തിന് ബെൽറ്റൊക്കെ ഇട്ട് ഒരു 2 മാസം റെസ്റ്റ് ഒക്കെ ഇരുന്നു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രി പഠിച്ച് ഫൈനൽ ഇയർ 3 വർഷം അടിച്ചുപൊളി ഒരു ലൈഫായിരുന്നു. നമ്മുടെ മാറമ്പള്ളി MES കോളേജിൽ പഠിച്ചത്. അപ്പൊ ഫൈനൽ ഇയർ പഠിക്കുന്ന ടൈമിലാണ് ആള് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കാണുന്നത്. നമ്മൾ തമ്മിൽ കണ്ട് ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം, പ്രണയമല്ലാന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രണയം തുടങ്ങിയതപ്പോ ഒരു ഫൈനൽ ഇയർ പഠിക്കുന്ന ടൈമിൽ, ഞാൻ ഫൈനൽ ഇയർ, ഇവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് ഇവിടെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ ഗൾഫിലോട്ട് പോയി. 6 വർഷം പ്രവാസ ജീവിതമായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അത് 6 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തി. നമ്മൾ കല്യാണത്തിനോടനുബന്ധിച്ച് നാട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഉടനടി ആ ഗൾഫിൽ പോക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ഇവിടെ കൂടാന്ന് ഓർത്ത് അങ്ങനെയാണ് കൂടി. അന്ന് ഈ പറഞ്ഞ ബാധ്യത ഇതൊക്കെ എന്റെ കൂടെ ഉണ്ട്. പക്ഷെ രണ്ടും കൽപ്പിച്ച്, അതെ, തിരിച്ചു പോകാണ്ട് വിസ വരെ അടിച്ചാണ്. പക്ഷെ നമ്മള് രണ്ടും കൽപ്പിച്ച് തിന്നു. അവിടെ താമസിക്കണോ വെച്ച് അങ്ങനെ ഒരുമിച്ച് ജീവിക്കണം. ആ ഒരു ഇതില് ഒറ്റയടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എല്ലാണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ രണ്ടും കൽപ്പിച്ചിവിടെ അങ്ങനെ നിന്നിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ പീലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ പൊട്ടി വെള്ളത്തിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഒരു 4 വർഷം പീലിംഗ് നടത്തി. പ്ലൈവുഡ്, പെരുമ്പാവൂരെല്ലാം പ്ലൈവുഡാണ്. അപ്പൊ ആ ഒരു പീലിംഗ് നടത്തി 4 വർഷം അത് വിജയിച്ചില്ല. പിന്നെ അങ്ങനെ ഒരിക്കലാണ് കൊറോണ വന്നത്. ആ കൊറോണ ടൈമിലാണ് നമ്മുടെ ഈ ചാനൽ ക്ലിക്ക് ആവുന്നത്. അന്ന് മുതൽ ഇതുവരെ നമുക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. പല ആൾക്കാർക്കും കൊറോണ ഒരു അതെ കൊറോണ പലർക്കും രക്ഷപ്പെടാനുള്ള ഒരു കൊറോണ ടൈമില് രക്ഷപ്പെട്ട ആളുകൾപ്പെട്ട ഒരാള് ഞാൻ. അതായത് ഒരുപാട് ആളുകൾക്ക് അന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ആളുകൾ സംരംഭങ്ങൾ പൂട്ടിപ്പോയി, ജോലി പോവുകയും ഒക്കെ പറ്റിയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് എനിക്ക് ആ കൊറോണയാണ് നമ്മുടെ രക്ഷകനായത്. കാരണം അത്രയും ഒരു കഷ്ടപ്പാടിൽ നിന്ന് വന്ന് ആ ഒരു ടൈമിൽ ഒന്നും ഇല്ലാത്തൊരു സമയത്താണ്. അതെ തീർച്ചയായിട്ടും. അപ്പൊ അന്നൊരു വീഡിയോയില് ഒരിക്കൽ ഞാൻ ഒരു യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജുവിന പറഞ്ഞൊരു ആഗ്രഹമുണ്ട്, ഒരു കഫേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം അത് ഒരു 2 വർഷം മുന്നേ ഉള്ള ഒരു അഭിമുഖത്തിലൊക്കെ വന്നു. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പിന്നാലെയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അതായത് നമ്മുടെ ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നില്ല, ആ ഒരു ബിസിനസ് മൈൻഡിലല്ല.
നമ്മുടെ ആ ഒരു ചാനൽ ക്ലിക്ക് ആയതിന്റെ പേരിൽ ആ ഒരു ബേസിൽ നമ്മുടെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതുപോലെ നമ്മളെ രുചിവിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലക്കാണ് നമ്മൾ ജിബിനാസ് കഫേ നമ്മുടെ മുടിക്കല് വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തൊട്ട് ബാക്കിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പോകുന്നതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു ആംബിയൻസിലാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇക്കയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ നോക്കിയപ്പോ ഒരു വിമാനത്താവളത്തിന്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ ഫ്ലൈറ്റ് പോകുന്നതും ഇറങ്ങുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഒരു ചായ കുടിക്കണം. ഇപ്പൊ നമ്മൾ പറയുമ്പോ തന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അതാ റീലിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പൊ അത് മൈൻഡിൽ ഉണ്ടായിരുന്നു ഈ കണ്ണായൊരു സ്ഥലത്ത് ഒരു വിമാനത്താവളത്തിനടുത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഇടണം. അതായത് ഞാൻ ഇപ്പൊ നിങ്ങൾ പറയണ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് നമ്മുടെ പുറത്ത് ടൂർ പോയ ടൈമിൽ ഉള്ള സംഭവമാണ് ഈ പറഞ്ഞത്. അതായത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ വെച്ച് അവിടുത്തെ എയർപോർട്ടിന്റെ സൈഡിൽ നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ എന്റെ ഒരു മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതായത് ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്, നമ്മുടെ കൊച്ചി എയർപോർട്ടിന്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കഫേ സെറ്റപ്പ് ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് അന്ന് പോലും ഉണ്ടായി. പക്ഷെ ഇത് മുമ്പുള്ള ആഗ്രഹമല്ല കേട്ടോ, അത് കണ്ടതിന് ശേഷമുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു ഷോപ്പ് ഇവിടെ ഇട്ടത്. ഇപ്പൊ നിലവിൽ ഒരുപാട് ആളുകൾ വന്ന് രാത്രിയൊക്കെ നല്ല ക്രൗഡാണ്. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി അതുപോലെ നമ്മുടെ ഷവായ ബ്രോസ്റ്റഡ് ഇതൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കഴിക്കണോണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൂമെന്റ് അല്ലേ? അത് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നം തന്നെയായിരുന്നു. സ്വപ്നം എന്ന് പറയാൻ കാരണം അത് എന്താ പറയാ, ഞങ്ങൾ ഇപ്പൊ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നമ്മുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈവനിങ് ടൈം ചെലവാക്കുന്നത് നമ്മൾ മാത്രമല്ല, ഒരുപാട് ഫാമിലീസും അതുപോലെ ആളുകളും ചെലവാക്കുന്നത് നമ്മുടെ എയർപോർട്ടിന്റെ ഭാഗത്താണ്. ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാ. അത് നമ്മൾ ഇവിടെ ഇടയ്ക്ക് വരും, മറ്റേ ഇവിടെ ഒരു ചേച്ചിയുടെ കടയിൽ പോയി കട്ടൻ ചായ കുടിക്കും, അതൊക്കെ കുടിക്കും. ആ ഒരു വൈബ് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു കഫേ, നമ്മുടെ ജിബിനാസ് കഫേ എന്തുകൊണ്ട് ഇവിടെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് ആ ഒരു ആംബിയൻസിലിരുന്ന് അപ്പൊ ആ ഒരു ആഗ്രഹത്താലാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു നിലയിൽ ഒരു കഫേ നമ്മളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ട്, അതുപോലെ നമ്മുടെ ഷവായ ഉണ്ട്, പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ട്. ഇതൊക്കെ നൈറ്റ് 1 മണി വരെ നമ്മുടെ ഷോപ്പ് ഉണ്ട്. സത്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇത്രയും അതാ ഞാൻ പറഞ്ഞു, അതിപ്പോ ഒരു ഭയങ്കര ഒരു സ്വപ്നം കുഞ്ഞു റൂമായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്ര ആക്കാൻ പറ്റും. അപ്പോ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബിരിയാണി തന്നെയാ. അത് ഇക്കയാണോ അതിന്റെ കൂട്ടൊക്കെ നമ്മുടെ റെസിപ്പി തന്നെയാണ്. നമ്മുടെ റെസിപ്പി തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവര് അത് മേക്ക് തന്നെയാണ്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് അത്. അവർ ബിരിയാണി ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബിരിയാണിയില് വേറെ മായങ്ങളാ ഈ കളറാ ഇതൊന്നും നമ്മൾ ചേർക്കില്ല. അതുകൊണ്ടാണ് ആൾക്കാർ നമ്മുടെ ബിരിയാണി ഇഷ്ടപ്പെടാൻ കാരണം. കുടുംബങ്ങളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ പ്രണയത്തിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടായി. അതുകൊണ്ടായിരിക്കും ഇക്ക ചിലപ്പം പുറത്തോട്ട് പോകാന് പ്രണയം കല്യാണം കഴിക്കാൻ വേണ്ടി. അതായത് നമ്മള് ഡിഗ്രി കഴിഞ്ഞ ടൈമില് നമ്മൾ ഈ പറഞ്ഞാല് നമുക്ക് നിലനിൽപ്പിന് നമുക്ക് അന്ന് ഓട്ടോ ഓടിക്കാറെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഗൾഫിൽ പോയി ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയിൽ എന്നാലാണ് നമുക്ക് കല്യാണം കുടുംബം ഇതൊക്കെ ആയി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്ന് നേരെ ഗൾഫിലോട്ട് പോയതാണ്. എന്റെ അപ്പൊ പ്രവാസിയുടെ ജീവിതം ശരിക്കും പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു വിഷമങ്ങളൊക്കെ ശരിക്കും ഊർജ്ജം നൽകിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, അതായത് ഞാൻ ഗൾഫിൽ പോയ ടൈമില് ഗൾഫിൽ ചെന്ന് ആദ്യമായിട്ട് കിട്ടിയ ജോലി, അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ മുമ്പ് വീഡിയോയിലും കാണിച്ചേക്കാണ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ജോലി മെഷീൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് കിട്ടിയ ജോലി മെഷീനിലേക്കുള്ള ഐറ്റംസുകൾ കൊണ്ട് ചുമന്നിരുന്ന പരിപാടിയായിരുന്നു. ഈ ചുമന്നിട്ട് ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അതായത് ഈ സാധനം നമ്മുടെ ലോഡ് തോളിൽ വെച്ചിട്ട് മെറ്റീരിയൽ കൊണ്ടുപോയി ഡബ്ബയാണ്. ഈ ഡബ്ബ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു എഫേർട്ട് നമ്മൾ ഈ ഒരു കഷ്ടപ്പാടിന് വേണ്ടിയാണ് ആ ഗൾഫിലോട്ട് വന്നത് എന്നുള്ള ഒരു ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് എന്നെ ഇതുവരെയും എത്തിച്ചേക്കുന്നത്. ആ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതായത് നമ്മൾ അന്ന് പോലെ കഷ്ടപ്പാടിനും ഇതിനൊക്കെ നമുക്ക് ഇപ്പൊ അതിന്റെ റിസൾട്ട് നമുക്കുണ്ട്. അതായത് നമ്മള് പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടിനുള്ള റിസൾട്ട് എനിക്ക് ഇപ്പൊ നിലവിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്നേരൊക്കെ പിന്തുണ നൽകിയത് ജിബിനെ ആയിരുന്നു. അതായത് പ്രവാസി ജീവിതത്തിൽ നമ്മുടെ കല്യാണം വീട്ടില് ആ ടൈമില് കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും പ്രണയമുണ്ട്. നമ്മള് പ്രണയം കാര്യങ്ങളൊക്കെ അന്നുണ്ടായി. പക്ഷെ കല്യാണത്തിന് ശേഷം എന്റെ ഒരു എന്താ പറയാ വലങ്കൈ എന്ന നിലക്ക് നമ്മളെ ജിബിനായാണ് എന്റെ കൂടെ. അതിനു മുമ്പ് ഇടങ്കൈ ആയിരുന്നത്.
അത് കല്യാണം കഴിഞ്ഞപ്പോ വലം കൈയായി മാറി. മോള് ഒരു മോളല്ല, 2 മോള്. 2 പെൺമക്കളാണ്. ആദ്യമൊക്കെ വരുമായിരുന്നു വീഡിയോയില്. ഇപ്പൊ നാണാ. ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ എല്ലാരും പറയും വീഡിയോയില് കാണുന്നു എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു ചെറിയൊരു ഇതുപോലെയാ. അപ്പൊ 2 പെൺമക്കളാണ്. അത് ഒരെണ്ണം ഇത് അവളെ ഇതുപോലെ വളർത്തിക്കൊണ്ട് ചെറുത്, അതിന് 1.5 വയസ്സായിട്ടുള്ളൂ. 2 പെൺകുട്ടികളാണ്. അപ്പോ 2 മക്കളാണുള്ളത്. അപ്പൊ ഇവർക്ക് വീഡിയോയിലൊക്കെ വരാൻ കുറച്ച് നാണോ അല്ലേ? ആൾക്ക് ചെറുപ്പത്തില് നാണോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആള് എന്ത് കാണിച്ചാലും ലൈക്ക് കാണിക്കും, ലൈക്ക് കാണിക്കും, അതുപോലെ ചിരിക്കാൻ പറ്റിയിരിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ ആളൊരു വലുതായി ഒരു 2.5-3 വയസ്സ് കഴിഞ്ഞപ്പോ ആൾക്ക് ഇച്ചിരി നാണോ കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാരും പറയും വാപ്പിയുടെ വീഡിയോ കാണാറുണ്ട്, നല്ല രസം, ഇവിടെയും കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോ ആൾക്ക് നാണാ. അപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഇവളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ അപ്പൊ ഞാനില്ല അത് നാണ വരും. ഇപ്പൊ നാണോ ഒന്നും സംസാരിക്കുന്നില്ല അല്ലേ? മോളു പേര് പറ. പേരൊക്കെ പറയും ആള്. പേരൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചൊരു നാണോ. മറ്റേയാൾക്കോ? മറ്റേയാൾക്ക് 1.5 വയസ്സാവണം. 1.5 വയസ്സ്. കുടുംബങ്ങളൊക്കെ നൽകിയ സപ്പോർട്ട് എത്രത്തോളാണ്? അതായത് ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബക്കാരും അതുപോലെ എന്റെ സുഹൃത്തുക്കളും എന്റെ കൂട്ടുകാരും ബന്ധുമിത്രാദികളും ഒക്കെയാണ് നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്തത്. ആദ്യം അവരുടെ ലൈക്കും കമന്റും ഒക്കെയാണ് നമ്മുടെ ആദ്യം വന്നത്. പിന്നെ അത് മറ്റുള്ള പുറത്തെ നാട്ടുകാരും ഇവരൊക്കെ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളെ ഇതുവരെ നിലയിൽ എത്തിച്ചേക്കുന്നത്. അതിന്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. കുടുംബം, നമ്മുടെ ചുറ്റുപാടുള്ള സുഹൃത്തുക്കള്, സ്വന്തക്കാര്, ഇവരൊക്കെ തന്നെയാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെയാണ് നമ്മൾ ആദ്യം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത്. ഈ സംസാരം തന്നെ നേരത്തെ പെരുമ്പാവൂർ സ്ലാങ്ങിന്റെ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, ഭയങ്കര നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ വാചക കസർത്തുന്ന പാചകം. അത് ഞാൻ അതാ പറഞ്ഞ. പിന്നെ പെട്ടെന്ന് കുറച്ചൊക്കെ തെറ്റുമെങ്കിലും പിന്നെ റീടേക്ക് എടുക്കും. പക്ഷെ എന്നാലും അതായത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് ഇപ്പൊ ഞാനിപ്പോ ഒറ്റയടിക്ക് ഇപ്പൊ പറയാൻ പറഞ്ഞ അതായത് ഇപ്പൊ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ അതൊക്കെ ഒരു ഓളം വെട്ടിനായിട്ട് പറയണാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം വീഡിയോ ഉണ്ടാക്കി വെച്ചു, ക്രിയേറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഒരു കണ്ടന്റ് മനസ്സിലേക്ക് വരും. ഇപ്പൊ മല്ലിപ്പൊടി ഇടുന്നു, മുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇടുന്ന ടൈമില് അപ്പൊ നമ്മള് അതിന്റെ ആ ഒരു ഇതിലാണ് ഫ്ലോയിലാണ് പറയും. അതായത് അപ്പൊ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഉണ്ടാ, മല്ലിപ്പൊടി തൊട്ട് പറയാൻ മുളക് ഇട്ട് കൊടുക്കാം, മുളക് പൊടി തൊട്ട് കൊടുക്കാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം, എന്നിട്ട് അട്ടപ്പടലെ മിളക്കി മറിക്കാം എന്നൊക്കെ പറഞ്ഞ് തട്ടണ കിട്ടും. അപ്പൊ അതില് എന്താ സംഭവിക്കണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പറയുന്നത് ചിലപ്പോ തെറ്റിപ്പോവും. അപ്പൊ വീണ്ടും പറയും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഒരിക്കൽ എപ്പോഴെങ്കിലും കുറെ റീടേക്ക് പോയിട്ടുണ്ട്? അങ്ങനെ ഒന്നും പോയിട്ടില്ല. നമ്മള് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയടിക്കാൻ നമ്മുടെ ശരിയാവും. പിന്നെ ഇങ്ങനെ മനസ്സിൽ തന്നെ എടുത്തു പറയണേ? അതത്രേ ഉള്ളൂ. എത്തും പറയുമ്പോൾ നമ്മളൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെ പറ്റിയുള്ളൊരു മനസ്സിലേക്ക് നമ്മുടെ അത് വരും. നമ്മുടെ പെരുമാറ്റത്തെ പറഞ്ഞില്ല, പെരുമ്പാവൂർ സ്ലാങ്ങിന്റെ ആ ഒരു വേർഡ്സുകളുണ്ട്. അപ്പൊ ആ വേർഡ്സ് ഒക്കെ നമ്മള് നോർമൽ സംസാരത്തിലേക്ക് വരില്ല. പക്ഷെ അത് നമ്മള് ആ ഒരു സംസാരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതെ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു അടിപൊളി വീഡിയോ ഇട്ടാ. വീഡിയോ എന്ന് പറയാൻ നേരത്ത് പള്ളത്തിനെ പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. പള്ളത്തിനെ പിടിക്കാൻ വേണ്ടി പാടത്തേക്ക് പോയിക്കിട്ട് പാടത്തുനിന്നല്ല പള്ളത്തിനെ പിടിച്ചിട്ടുണ്ടല്ലോ. പള്ളത്തിന്റെ പള്ളമേക്ക് ഡീർക്കിൽ വെച്ച് കുത്തി കയറ്റാൻ നേരത്ത് പള്ള എങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതല്ല പള്ളലേക്ക് കളഞ്ഞ കേട്ടാ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടൂളാണ് അടിക്കും. അപ്പൊ അതൊക്കെ തന്നെ അത്രയൊക്കെ ഉള്ളൂ. ഒരു അടിയാണ്. അതൊരു അനുഗ്രഹമാണ്. നമുക്ക് പെട്ടെന്ന് വാക്കുകള് കിട്ടാൻ ഒരു പഞ്ഞുണ്ടാകും. നമ്മളിങ്ങനെ പറഞ്ഞു പോകാൻ. അപ്പൊ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യും. വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് വായനശീലം എനിക്ക് പൊതുവെ കുറവുള്ള ആളാണ്. പക്ഷെ എനിക്ക് ആദ്യം മുതൽ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു എല്ലാവരും കൂട്ടുകാരന്മാരും ഒക്കെ കൂടാൻ നേരത്ത് ഓരോരുത്തരുടെ കളിയാക്കാലി കൗണ്ടർ അടിക്കുക അതൊക്കെ നമ്മള് ആദ്യം മുതൽ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതില് നമ്മള് വിചാരിക്കാത്ത കൗണ്ടർ അങ്ങനെ ഇക്ക നേരത്തെ പറഞ്ഞു നല്ല ക്ഷമാശീലുള്ള ഒരു ഇക്കയുടെ ദേഷ്യം എന്ന് പറയുമ്പോ അത് അങ്ങേറ്റം അത് നമ്മ ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഇല്ല അതുമില്ല, എല്ലാം കഴിഞ്ഞ് നമ്മള് അവിടെ അറ്റായാൽ മാത്രമാണ് അത്ര ദേഷ്യപ്പെടും. പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ മനസ്സിലേക്ക് ലേഡേ ഓർക്കാൻ നിർത്തേ ഒരു കാര്യം പറയാം. എന്ത് കാരണം എന്ന് ഞാൻ പറയൂല. ഒരു പ്രാവശ്യം ഞങ്ങള് രാത്രി 1 മണി 1:30 ടൈമില് ബേക്കിങ്ങിന്റെ പരിപാടി, ജിബിനായാണ് ബേക്കിങ്ങിന്റെ പരിപാടിയാ. അന്ന് രാത്രി 1:30-2 മണി ടൈമിലാന്ന് എനിക്ക് തോന്നാ മുട്ട മിക്സ് ചെയ്തോണ്ടിരിക്കായിരുന്നു. എഗ് ഇങ്ങനെ ബീറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ എനിക്ക് ഞാൻ ഒരറ്റ ഏറാണ് എറിഞ്ഞ്. ആ മുട്ടയുടെ പാട് ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് വരെയും ആ മുട്ട തെറിച്ച പാട്
മുകളില് വീടിന്റെ ഭിത്തിയുടെ മുകളിലുണ്ടായി വെഡിങ് ആനിവേഴ്സറിയുടെ തലേന്ന് വെഡിങ് ആനിവേഴ്സറി തലേന്ന്. പിന്നെ ഒന്നാം തരം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആക്കി. പക്ഷെ ഇക്ക് കാണുമ്പോ നല്ല എന്റെ ഓർമ്മയിൽ അതാണ് ദേഷ്യപ്പെട്ടേക്കുന്നത്. അങ്ങനെ ഈ 6 കൊല്ലത്തിന്റെ എക്സ്ട്രീം എക്സ്ട്രീം ആയ മാത്രം അങ്ങനെയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുമ്പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ആ പരിസരവാസികളൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കളിയാക്കാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ സംഭവം ഈ വീഡിയോ ക്രിയേഷനിലേക്ക് തുടങ്ങിയപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാർ അവരൊക്കെ തമാശക്ക് കളിയാക്കണാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഹെർട്ടായി ആ ഒരു ടൈമിലൊക്കെ. ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് തലക്ക് ഭ്രാന്താണ്. അതെ, ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കളിയാക്കലിനൊക്കെ എനിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ കാക്ക അള്ള പ്രോമിസ് എന്നോട് പറഞ്ഞേക്കുന്നതാണ്, കളിയാക്കിയവർക്കൊക്കെ നാളെ പഠിച്ചോ മറുപടി കൊടുക്കും, നീ വിഷമിക്കണ്ട, നീ ചെയ്തോ, നീ അതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നല്ലേ, നീ ചെയ്തോ. എനിക്ക് പറയും ഇപ്പോഴും ഒരു വിഷമമാണ്. അതായത് നമ്മള് ആ ഒരു അതായത് വീഡിയോയിൽ വന്ന് നമ്മൾ ഓരോ സംഭവങ്ങൾ അവതരിപ്പിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ പല ആളുകളും കളിയാക്കും നമ്മളെ. അത് കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളായി കളിയാക്കുന്നത്. പക്ഷെ അവരൊക്കെ ഇഷ്ടം കൊണ്ട് കളിയാക്കണായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സിറ്റുവേഷനിൽ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അതിൽ നിന്ന് കിട്ടണത് ഒരു 1000 രൂപയാണെങ്കിലും അത് മാത്രമല്ല കിട്ടട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും നമ്മൾ ഈ ചെയ്യണത്. സത്യം പറഞ്ഞിട്ടല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 ലക്ഷം രൂപ കടമായിട്ട് നിന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ ഒരു വ്യക്തി എങ്ങനെ ഇത് വീട്ടും, വലിയ എങ്ങനെ ഇത് എന്നോട് ഡെയിലി ചോദിക്കാറുണ്ട്. എനിക്ക് സമാധാനം ഇല്ല, ഇത് എങ്ങനെ വീട്ടൂന്ന് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെ, അതിപ്പോ ആരാണ്ട് മാർഗമില്ല, അത് എങ്ങനെ വീട്ടൂന്നുള്ള ഒരു മാർഗമില്ല. ആരാണ്ട് ഇത് കുന്നു തന്ന പോലെയാണ് നമ്മുടെ ഈ ചാനല് നമ്മൾ പ്രതീക്ഷിക്കാതെ ക്ലിക്കായി പോയത്. അതുവരെ ഇന്ന് വരെ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് 10 ലക്ഷം കടം, പിന്നെ 10 ലക്ഷം കടത്തിൽ നിന്നാണല്ലോ ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ നമ്മള് എത്ര നാൾ എടുത്തു കാണോ ഒരു കടം വീട്ടാനായിട്ട്? അത് ഇപ്പൊ ഏകദേശം ഒരു വർഷം 1.5 വർഷം അതിനുള്ളിൽ നമ്മുടെ കടങ്ങളൊക്കെ തീർന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങി അത് തുടങ്ങിയിട്ട് നമ്മുടെ കടങ്ങളൊക്കെ തീർന്നു. നമ്മള് നിലവിൽ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടങ്ങളൊന്നും സാധിച്ചിട്ട്. അപ്പൊ ഞാനിപ്പോ ഇക്കയോടും അതുപോലെ തന്നെ ജിബിനയോടും ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരും, ഇപ്പൊ ജിബിനയുടെ ഒരു നെഗറ്റീവും പോസിറ്റീവ്, അതുപോലെ തന്നെ ഇക്കയുടെ ഒരു നെഗറ്റീവും പോസിറ്റീവ്, രണ്ടുപേരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. കാക്കല്ലേ ഭയങ്കര ക്ഷമയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഭയങ്കര ക്ഷമയാണ്. അത് ഏറ്റവും വലിയ പോസിറ്റീവാണ്. കാരണം അത്ര ക്ഷമയുള്ള ആളല്ല. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും കൂടി വന്നാലും നമ്മ ആ ഒരു മുന്നിട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ക്ഷമ, അത് ഏറ്റവും വലിയ പോസിറ്റീവാണ്. നെഗറ്റീവ് തന്നെ പുള്ളി നെഗറ്റീവ് പറയും. രാവിലെ മുതൽ എഴുന്നേക്കുമ്പോ അതിൽ നെഗറ്റീവ്. റീസെന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കണം, നിന്നെ കൊണ്ട് ഒക്കൂല, അത് നെഗറ്റീവ് അടിച്ചാലേ. അതേപോലെ വീഡിയോ ഇടാൻ ഫസ്റ്റ് ടൈമിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി പറയുമ്പോ അത് ഓടൂല, നമ്മൾ ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഞങ്ങള് പുഷ് ചെയ്ത് കൊടുക്കണം. അത് ശരിയാ. പുള്ളി ഫുൾ നെഗറ്റീവ് പറയും. അത് ഏറ്റവും വലിയ നെഗറ്റീവ്. ഇങ്ങോട്ട് പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഇടിയുണ്ടാവും. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ മറ്റേ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്റെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ ചില കാര്യത്തിൽ നെഗറ്റീവാന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ആള് എന്റെ എല്ലാ കാര്യത്തിനും നമുക്ക് രണ്ടുപേർക്കും കൂടിയുള്ള കാര്യത്തിനും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കണാണ്. നെഗറ്റീവ് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ് അത്. നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ അത് പോസിറ്റീവായിട്ട് എടുത്ത് അത് അവിടെ തളരും. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, ആ കാര്യം നമ്മൾ പറയണ വരെ ഇങ്ങനെ ചെവിയിൽ തോന്നിണ്ടിരിക്കും. ഇപ്പൊ നമ്മള് എനിക്ക് ഇന്ന് വണ്ടി ഓടിക്കാൻ പോകണം കേട്ടോ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോകണം. അപ്പൊ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തന്നെ എപ്പോ കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും, അത് എപ്പോഴാ പോണ്ടേ? 4 കിടക്കാണ്, ഉച്ചക്ക് ചോറൊന്നും കിടക്കാണ്. എനിക്ക് 1:30 3 മണിക്ക് നമുക്ക് പോണ്ടേ, വണ്ടി ഓടിക്കാൻ പോണ്ടേ, പോവാ നമുക്ക് 3:30 4 മണിക്കല്ലേ പോണ്ടേ എന്ന് പറഞ്ഞാൽ പോലും ഈ 4 മണി ആവണ വരെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്നെ ദേഷ്യമാണ്. ഇത് ആ നെഗറ്റീവാണ് എനിക്ക് ഇവിടെ നിലവിൽ പറയാനുള്ളത്. അത് മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് ചെയ്യണ വരെ പറഞ്ഞുകൊണ്ടിരിക്കും. പോസിറ്റീവ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോസിറ്റീവാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ് ആള്. എന്തിനും ഒരു അഭിപ്രായം ചോദിക്കാം. ആദ്യം ചോദിക്കുന്ന അഭിപ്രായം ചെയ്യും. ഞാനും അതെ തിരിച്ചും. ഞാൻ ഒരുപാട് കാര്യങ്ങള് ഞാൻ ചിലപ്പോ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായിരിക്കാം. അത്
ഞാൻ എടുക്കണേക്കാൾ മുമ്പ് ആളുടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആള് അത് നമുക്ക് ഇങ്ങനെ ചെയ്താലും ഞാൻ അതിനെപ്പറ്റി അപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് അപ്പോഴേ വരുള്ളൂ ചില കാര്യങ്ങൾ. അത് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്തുണ്ടെങ്കിലും നമ്മളോട് അഭിപ്രായം ചോദിക്കും. നമ്മൾ പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാവുന്ന നേരത്ത് നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമല്ലോ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിജയം. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആയി പോവാറുണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. ഒരിക്കലും വേസ്റ്റ് ആവില്ല. നമ്മുടെ അയൽവക്കാര് അവിടെ കട്ടൊക്കെ നിൽക്കുന്നിടത്തോളം കാലം ഒരു സാധനം വേസ്റ്റ് ആവില്ല. നമ്മള് ചെറിയ സംഭവം ഉണ്ടാക്കാം, എല്ലാവർക്കും കുറച്ച് കൊടുക്കും, ഇടപാടോടെ തീരും. ചിലപ്പോ ഇനി വല്ല ലഞ്ചിനുള്ള ഐറ്റം ഒക്കെ ആണെങ്കിൽ നമ്മള് വീട്ടിലൊന്നും ഉണ്ടാക്കൂല, അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് തന്നെ എടുക്കും. അങ്ങനെയാണ്. ഒന്നും വേസ്റ്റ് ആക്കി കളയാം. വേസ്റ്റ് ആക്കിയുള്ള പരിപാടിയില്ല. പെരുമ്പാവൂരിന് എപ്പോഴും ഒരു നെഗറ്റീവ് വശം ഇപ്പൊ ആൾക്കാർ പറഞ്ഞു. പെരുമ്പാവൂര് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ അടക്കി വരുന്നത്. അപ്പൊ അവരുടേതായ ഒരു ഇതായിരുന്നു. പെരുമ്പാവൂരിന് അത്രയധികം ഹൃദയത്തോട് ചേർക്കുന്നുണ്ടാവില്ല. അപ്പൊ അവിടുന്ന് ഒരു വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ എന്താണ് പറയാൻ? അതിലെനിക്ക് നല്ലൊരു എന്താ പറയാ ആത്മാഭിമാനമാണ്. ഇത് നമ്മുടെ പെരുമ്പാവൂരെ സംബന്ധിച്ച ആളുകൾക്ക്, ചില ആളുകൾക്ക് നെഗറ്റീവ് ഉണ്ടാവും. നമ്മുടെ ഈ ഭായിമാര് ഹിന്ദിക്കാരുടെ ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് നമ്മുടെ പെരുമ്പാവൂര്. പെരുമ്പാവൂരിന്ന് ഇപ്പൊ വരാൻ നേരത്ത് നമ്മുടെ ഒരു എന്തുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു നിലയിലെത്താനുള്ള ഒരു കാരണം നമ്മുടെ പെരുമ്പാവൂർ തന്നെയാണ്. അതായത് പെരുമ്പാവൂരിലെ ആ ഒരു സ്ലാങ്ങും അതുപോലെ അവിടുത്തെ ആളുകളുടെ സപ്പോർട്ടും ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു നിലയിൽ ഇതുവരെ എത്തിച്ചേക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ആ ഒരു സപ്പോർട്ട് അവിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്, മുമ്പും ഉണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടാവും. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. അതായത് ഭായിമാരുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്നത് നമ്മുടെ പെരുമ്പാവൂരാണ്. അതില് ഈ ഭായിമാരില്ലെങ്കിൽ ഇടപെടൊക്കെ നിൽക്കും. അപ്പൊ ഈ ഹിന്ദിക്കാര് ഇവിടെ പ്ലൈവുഡ് കമ്പനികളാണ് ഇവിടെ കൂടുതലുള്ളത്. പ്ലൈവുഡ് കമ്പനികളുണ്ട്, അതുപോലെ പശ കമ്പനികളുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. ഇവരൊക്കെ ഈ ഹിന്ദിക്കാരാണ് ജോലിയാണ്. നമ്മുടെ മലയാളികൾ ജോലി ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഹിന്ദിക്കാരുണ്ടാവില്ല ഇവിടെ. ഇത് മലയാളികള് ജോലി ചെയ്യാത്തതുകൊണ്ടാണ് ഹിന്ദിക്കാരോട് വന്ന് ജോലി ചെയ്ത് അവർക്കാണ് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹിന്ദിക്കാര് നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. എന്നല്ലാതെ ഭായിമാരുടെ ലോകം അല്ലെങ്കിൽ ഭായിമാരുടെ ഒരു നാടാകുന്നില്ല പെരുമ്പാവൂർ. പെരുമ്പാവൂര് നമ്മുടെ മലയാളികൾ തന്നെ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട നല്ല മനസ്സുള്ള ആളുകൾ തന്നെയാണ് പെരുമ്പാവൂർ ടൗണിലുള്ളത്. ഇക്കയുടെ പല വീഡിയോയും ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോ അതിലെല്ലാം ഈ പാഷന് പുറകെ പോവുക, പാഷൻ മുറുകെ പിടിച്ചു പോവുക, ആ ഒരു കോട്ടാണ്. സത്യം പറഞ്ഞാൽ എപ്പോഴും ആ ഒരു പാഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി എന്താണ് ഒരാഗ്രഹം രണ്ടുപേർക്കും? ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീട്, നല്ലൊരു വീട്, അതുപോലെ പക്ഷെ എന്നാ പോലെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. 5 പേരാണ് വീട്ടിലുള്ളത്, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരാൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര തിങ്ങൽ ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു വീട് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും നല്ലൊരു വീട് എന്നുള്ളത്. ആ വീട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഇപ്പൊ നിലവിൽ നമ്മൾ നടക്കുന്നത്. അതുപോലെ നമുക്ക് ഇതുപോലുള്ള ചെറിയ കഫേകൾ നമുക്ക് പല നാട്ടിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹവും അതും ഉണ്ട്. പല ജില്ലയിലും തുടങ്ങണം. ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് നടക്കുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല, ആഗ്രഹങ്ങളുണ്ട്. അതെ, നമുക്ക് ദൈവം സഹായിച്ച് അതൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. ഇപ്പൊ ഒരുപാട് പ്രേക്ഷകര് ഇക്കയും അതുപോലെ തന്നെ ജിബിനെ ഇഷ്ടപ്പെടുന്ന ജിംനാസ് കഫേ സ്ട്രീറ്റിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരാണ് ശരിക്കും ഇങ്ങനെയുള്ള കഫേകളൊക്കെ വിജയിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വന്ന് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ എന്താണ് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ 1000 നന്ദിയാണ്. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇപ്പൊ എനിക്ക് ഇപ്പൊ വേറെ ഒന്നും അവർക്ക് വേണ്ടി ഒരുപാട് വേറെ പൈസ എതിർ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇത് കൊടുക്കാനൊന്നും നമുക്ക് സാധിക്കൂലല്ലോ. അവരോട് നമുക്ക് ചെയ്യുന്ന സപ്പോർട്ടിനും നമുക്ക് ചെയ്യുന്ന ആ ഒരു ഹെൽപ്പിനും സന്തോഷം, ആ ഒരു ഇതിൽ നമുക്ക് പറയാനുള്ളത് 1000 അത് മനസ്സിൽ നന്ദി, മനസ്സിന് സ്നേഹം, നന്ദി. അതെപ്പോഴും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് എന്നോടും ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുപോലെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇടയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഷോപ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടാലും നമ്മൾ നമ്മുടെ കണ്ടന്റിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകില്ല. നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ കുക്കിംഗ് വീഡിയോ എപ്പോഴും നമ്മൾ ഉണ്ടാവും. ഈ ചാനലിൽ എന്നുണ്ടാവണം അന്ന് വരെ നമ്മുടെ കുക്കിംഗ് വീഡിയോ അതിലുണ്ടാവും. ബാക്കി എന്തെങ്കിലുമൊക്കെ ഒരു മറ്റുള്ള വീഡിയോസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ഈ കണ്ടന്റ് നമ്മൾ വിട്ടൊരു സ്ഥലത്തേക്കും പോകില്ല. ആ ഒരു ഉറപ്പ് നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ എപ്പോഴും കൊടുക്കും. അല്ലാതെ ഒരു പ്രൊമോഷന്റെ പുറകെ ഒന്നും പ്രൊമോഷൻ ഒക്കെ ചെയ്യുമെങ്കിലും എപ്പോഴും നമ്മൾ ഇത് എന്താണോ പ്രേക്ഷകർ തന്നത് അതെ അതെപ്പോഴും നമ്മുടെ മുറുകെ പിടിക്കും. ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പോകില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ പ്രണയിച്ചവരൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രണയം പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്ന അങ്ങനെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ ഇത്രയും ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ആൾക്കാർക്കൊരു എന്താ പറയാ
ഒരു ഇൻസ്പിറേഷൻ ആണ് രണ്ടുപേരും. പ്രണയം കണ്ടെങ്കിൽ ഇൻസ്പിറേഷൻ അതല്ല, പ്രണയവും അതോടൊപ്പം തന്നെ സ്വപ്നത്തിന് പിന്നാലെ പോയി അത് യാഥാർത്ഥ്യമാക്കിയത് എല്ലാം കൊണ്ടും ഇക്കയാണെങ്കിലും അനുഭവിച്ച കഷ്ടപ്പാടും ഒക്കെ അത് നിങ്ങൾക്കൊരു ചെറിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും നമ്മളെ ഈ ഒരു നെല്ല് എത്തിച്ചതിൽ ഒരു കുറച്ച് ശതമാനം, അതായത് 100-ലെ ഒരു 60% നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ ഇതുവരെ എത്തിച്ചേക്കുന്നത്. നമ്മൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പൊ ആ പ്രേക്ഷകർക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഇക്ക ഒരുപാട് പേരിങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ എന്ത് ചെയ്യണം, ചിലപ്പോ ഒക്കെ ആൾക്കാർ ആത്മഹത്യന്റെ വക്കിലൊക്കെ പോകും, ഇപ്പൊ കടവും ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇക്കയുടെ ജീവിതം തന്നെ ഒരു വലിയൊരു സന്ദേശമാണ്, ഒരു പാഠമാണ്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഇത്രയും കഷ്ടത അനുഭവിച്ചിരുന്ന ഒരാളെന്നതിൽ ഇക്കൊക്കെ എന്താണ് ഒരു സന്ദേശം കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കുക, ഒന്നും ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഞാൻ ഉദ്ദേശിച്ച ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, അതൊന്നും നമ്മൾ ഇത്ര വരെ എത്തും എന്നുള്ള കണ്ട് ചെയ്തല്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു വോയിസ് ഓവറും അതുപോലെ നമ്മുടെ ആ സംസാര ശൈലിയാണ് ഇതുവരെ നമ്മൾ എത്തിച്ചത്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ നമ്മൾ എത്തൂലായിരുന്നു. അതുപോലെ കഴിവുകൾ മാത്രമല്ല, നമ്മള് ഡൗൺ ആവുന്ന ടൈമില് ആത്മവിശ്വാസം വേണം. ഇല്ല, നാളെ ശരിയാകും എന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ആർക്കും എന്ത് കഴിവുണ്ടെങ്കിലും അത് നമ്മൾ പുറത്തെടുക്കുക. ഡൗൺ ആയി പോയി നമ്മൾ എന്നോടെ തന്നെ എടുക്കും. ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് കുറച്ച് കോൺഫിഡൻസോടുകൂടി, ഇല്ല നാളെ ശരിയാവും, എന്തായാലും ശരിയാവും, അതിന് വേണ്ടിട്ട് നമ്മ പ്രയത്നിക്കാം. ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലേ? ഇക്ക എന്തൊക്കെയാണ് ഇക്കയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ? എന്തൊക്കെയാണ് ഷോപ്പിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ ഈ ഷോപ്പ് വന്നത് ആദ്യം പറയാം, നമ്മുടെ പലർക്കും തെറ്റിപ്പോണ ഒരു ലൊക്കേഷനാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ നേരെ ബാക്കിൽ ആവണക്കോട് അമ്പലം, ആ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ജിംനാസ് കഫേ ഷോപ്പ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ മെയിൻ സ്പെഷ്യൽ ബിരിയാണി 2 എണ്ണം, ചിക്കനുണ്ട് ബീഫുണ്ട്, 2 ദം ബിരിയാണിയാണ്. അതുപോലെ ഇവിടെ കിടക്കുന്ന നമ്മുടെ ഷവായ, ചിക്കൻ ഷവായ ഉണ്ട്, നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയിലുള്ള ഷവായാണ്. അതുപോലെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ടാണ് നമ്മൾ നിലവിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, 2-3 ഐറ്റംസ്. പിന്നെ കൂൾ ഡ്രിങ്ക്സ്, എല്ലാ ഐറ്റംസും, ഷേക്കുകളും അതുപോലെ ഫലൂദാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വൈബിൽ വന്നിരുന്ന് നമുക്ക് ഇവിടുന്ന് കഴിക്കാനും ഇതൊക്കെയായിട്ട് പറ്റും. അതുപോലെ ഫാമിലി ആയിട്ടും അതുപോലെ കപ്പിൾസ് ആയിട്ടും എല്ലാവരും ഇവിടെ വരാറുണ്ട്. 1 മണി വരെ അല്ലേ? രാത്രി 1 മണി വരെ, അതായത് ഈ ഉച്ചയ്ക്ക് ഒരു 12-12:15 മുതൽ രാത്രി 1 മണി വരെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ടാണോ കൂടുതൽ പേരും വരുന്നത്? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ് കൂടുതലും വരുന്നത്. 75% നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണ് ഇവിടെ വരുന്നത്, അറിഞ്ഞു കേട്ട് വരുന്നതാണ്. സോഷ്യൽ മീഡിയ താരമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കയുടെ കൂടെ ഫോട്ടോ എടുക്കാനും അപ്പൊ ഇക്കയെ കാണാനും കൂടി വരുന്നവരുണ്ടാവും. അങ്ങനെ വരുന്ന ആളുകളുണ്ട് നമ്മുടെ കൂടെ. അതിനുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ആഗ്രഹം മാത്രമായിട്ട് വന്ന ആളുകളല്ല, നമ്മുടെ അടുത്തുള്ള സ്നേഹം, ആ സ്നേഹം ആ ഒരു വേറൊരു ഇതാണ്. ആ ഒരു സ്നേഹവും അടുപ്പവും ഇതിന്റെ പേരിൽ വന്ന ആളുകളാണ്. അപ്പൊ അവര് നമ്മുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് നമ്മളോടൊന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെ ഫുഡൊക്കെ ട്രൈ ചെയ്യും, അങ്ങനെയൊക്കെ എല്ലാവരും സന്തോഷത്തോടെ പോകും. അപ്പോ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് ഇങ്ങനെയുള്ള കഫേകള് മറ്റു ജില്ലകളിലൊക്കെ തുടങ്ങാൻ പറ്റട്ടെ. ഒരുപാട് നേരം നമ്മളോട് ചെലവഴിച്ചതിൽ ഒരുപാട് താങ്ക് യു. ഓക്കെ, ബൈ.